ഇവിടെ എന്റെ മുന്നേ ചാടി കേറി പറഞ്ഞാട്ടോ. ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? എന്തൊക്കെയുണ്ട് മക്കളെ പറയട്ടെ. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? സുഖം തന്നെയല്ലേ? എല്ലാവർക്കും അപ്പൊ നമ്മൾ എല്ലാവർക്കും നമസ്കാരം. ബീഫ് വരട്ട്. ബീഫ് വരട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഞാനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ അതാ ഇവളുണ്ടല്ലോ എന്നെ സമ്മതിച്ചണില്ല. അണ്ട് എടുക്ക്, ബീഫ് എടുക്ക്. ഇജ്ജാണ് വെക്കണെച്ചെങ്കിൽ എടുത്തൂട്. ഇവള് കൂട്ടിയ കാരണം കൊണ്ടുണ്ടല്ലോ ഇപ്പം എനിക്കറിയാം എല്ലാവരുടെ പെരയിലും ബീഫ് ഉണ്ടാവും. എല്ലാവരും വെച്ചാൽ ഇന്നലെ കിട്ടിയ മുസ്ലിങ്ങളെ വീട്ടിൽ എല്ലാത്തോടും ഉണ്ടാവും കേട്ടോ. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നല്ല പെരുന്നാളായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയത് ഉണ്ടാവും എന്നാട്ടെ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതാ നമ്മൾ കുറച്ചാളേ ഉള്ളൂ. അതിനനുസരിച്ചുള്ള ബീഫ് ഇന്ന് നമ്മൾ ഒരു വരട്ടാണ്ട് ഉണ്ടാക്കാൻ പോകും. ഇനിട്ട് എനിക്കെല്ലാം അറിയാന്നറിഞ്ഞു. അപ്പൊ എനിക്കറിയാന്ന് മുളക് പൊടി നമ്മള് ഏറിപ്പോയി എന്നെ പറയുന്നത് നോക്കി നിന്നാ മതി. ഞാൻ ഇട്ടോളാം. എന്നാ ഞാൻ നോക്കി. ഏയ് തൊടണ്ട. ഇവള് ഇന്നെ തൊടാനായിക്കില്ല കേട്ടോ മക്കളെ. കിട്ടില്ല മതിയോ? അത് വരാം. സോറി, ഞാൻ പറഞ്ഞുതരാം. ഇവളെ പഠിപ്പിക്കുവാണല്ലോ അല്ലേ. പെണ്ണുങ്ങളാണ്. എനിക്ക് പഠിക്കുന്നു വേണ്ടേ? നിങ്ങളോട് ചാടി കയറി ഉണ്ടാക്കണേ. മതി മതി. ഇനി മല്ലിപ്പൊടി ഒരു സ്പൂണ്, 1.5 സ്പൂൺ ഇട്ടാണ്. മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി. കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഇപ്പൊ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണ്. എല്ലാരും ബീഫൊക്കെ ഉണ്ടാക്കിക്കൊള്ളി. ഇറച്ചിയൊക്കെ നമുക്ക് 2 സ്ഥലത്തു നിന്ന് കിട്ടിട്ടാ. ഇതൊക്കെ കിട്ടാതെ അതൊക്കെ കഴുകി എടുക്കുക. ലാസ്റ്റ് പെണ്ണുങ്ങൾ അതൊക്കെ കഴുകി വൃത്തിയാക്കും. നമ്മള് മല്ലിപ്പൊടി 1.5 സ്പൂൺ ഇതിക്ക് ഇടാൻ പോവാണ്. നോക്കി, നിങ്ങള് കഴുകണ കാര്യം പറഞ്ഞപ്പോഴും മുണ്ടണില്ലല്ലോ. എന്ത്? പാത്രമൊക്കെ കഴുകി വെക്കണം ലാസ്റ്റ്. 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ മൂടി. മഞ്ഞൾ എത്ര സ്പൂണാ? ഒരു 1/2 സ്പൂണിന്റെ താഴെ മതി. ഇറച്ചി കുറച്ചേ ഉള്ളൂ. കുറച്ചും കൂടി വേണം. ഇപ്പോൾ ഓരോ മതി. അപ്പം നമ്മൾ മുളക് ഇട്ട്, മല്ലിയിട്ട്, മഞ്ഞളിട്ട്, പെരിഞ്ചീരകപ്പൊടി. ഞാൻ കല്യാണത്തിനൊക്കെ ഉണ്ടോ മൈലാഞ്ചി കട്ടത് ആട്ടാണ്. പെരിഞ്ചീരക പൊടിയതാ. അത് എത്ര സ്പൂണാ? അത് എത്ര സ്പൂണൊന്നും വേണ്ട, കുഞ്ഞ് സ്പൂൺ. അതന്നെ അത്ര സ്പൂൺ. അതാ സോനും വരുന്നുണ്ട്. എന്നാ ഉഷാറായി. മുണ്ടി പോകരുത് കേട്ടോ. ഇനി ലേശം കുരുമുളക് പൊടി ഇട്. ആ സ്പൂണും എടുത്തോ. കുരുമുളക് പൊടി അത് 1 സ്പൂണ് അത് എടുത്താൽ മതി. അതിലുള്ള അതല്ല, അതായത് വെക്ക്. ഇത് എടുക്ക്. ഈ സ്പൂണോ? ഇവളെ പഠിപ്പിച്ചാണെങ്കിൽ കുറെ പണി കേട്ടോ മക്കളെ. കുരുമുളക് പൊടി നമ്മളിപ്പോ ചതച്ചെടുത്ത കുരുമുളക് പൊടി. പറയും ചതച്ചെടുത്ത കുരുമുളക് പൊടി. ഇതിന് മൂടിതാ. ഇതാ ഇതിന്റെ മൂടി. ഇതിന്റെ മൂടി. ഇത് ഓക്കെ. ഈ 4 സ്പൂൺ തന്നെ കൊണ്ടാ. ഇതിത്തെ സ്പൂണ് പിന്നെ എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. പിന്നെ നമ്മളെന്താ ഇടാൻ പോണ്? ബീഫ് മസാല. നമ്മളെ പഠിപ്പിച്ചണല്ലോ, പെണ്ണുങ്ങളാണല്ലോ. പെൺകുട്ടികളൊക്കെ പഠിച്ചു. എല്ലാ വീഡിയോ എന്നോട് വിളിച്ചോളൂ, ഞാൻ വീഡിയോ എടുത്തു. നമ്മള് ബീഫ് മസാല ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല. അത് നമ്മൾ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ വിതറി ഇടുക. ഓക്കെ. ഗൈസ് നമ്മൾ തെരഞ്ഞോടെ തന്നെ കേട്ടോ ഗൈസ്. ഉപ്പ് എത്ര മതിയോ? കുറച്ചുകൂടി ഗൈസ്. അപ്പൊ നമ്മൾ ഇത്ര ഉപ്പിടുക. നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക കേട്ടോ. നമ്മൾ ലേശം വെള്ളം, ഒരു കപ്പല്ല, ലേശം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മതിയോ?
ആവശ്യത്തിന് വെള്ളം ഒഴിക്കട്ടോ. അത് അങ്ങനെ കണക്കൊന്നുമില്ല. സ്പൂൺ എടുക്കണം. ഉലുവ നല്ലതാ. ഒരു സ്പൂൺ അത്ര ഉലുവ, 3/4 സ്പൂൺ ഉലുവ ഇടുക. ഇനി നല്ലോണം മിക്സ് ചെയ്യേ, ഇളക്കി. നമ്മളെ പഠിപ്പിച്ചണല്ലോ. അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പഠിപ്പിച്ചോളൂ. ഇനി ഒരു പെരി ചെന്ന് കണ്ട് അതറിയില്ല ഇതറിയില്ല ഇപ്പോഴത്തെ കുട്ടികളല്ലേ എന്നൊന്നും പറയാൻ നിൽക്കണ്ടട്ടാ. ഓരോന്നും ഒഴിവുണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് പഠിപ്പിക്കുക. പെൺകുട്ടികളാവുമ്പോൾ പിന്നെ വേറെ വീട്ടിൽ പോകേണ്ടതാണല്ലോ. നല്ല മിക്സാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇതൊക്കെ കുറേയൊക്കെ നല്ലോണം ഇളക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ച് വെക്കുക. അടച്ചിട്ട് സ്പൂണൊക്കെ മാറ്റി അടച്ച് വെക്കാം. എനിക്ക് ആക്കാറില്ല. ഇതിൻ്റെ മൂർത്താവിലൊന്ന് തട്ടി കൊടുക്കണം, എന്നാലത് അടയുള്ളൂ കേട്ടോ. തരിപ്പ് പോയിട്ട് നമ്മൾ തരിപ്പിലങ്ങനെ തിന്നുമ്പോൾ ഒക്കെ അങ്ങനെ എന്തോ ആവൂല. അതിൻ്റെ മാതിരി ഒന്ന് തട്ടി കൊടുക്കണം, എന്നാലേ റെഡി ആവുള്ളൂ. ഞാൻ അടുപ്പത്ത് കൊണ്ടേക്കാം. ഇപ്പം മുരിങ്ങ താളിപ്പും ഇറച്ചി വരട്ടും അതാണ് ഇന്ന് കേട്ടോ. അപ്പം നമുക്ക് ഇവിടുന്ന് പള്ളിയിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെയും വേറെ ആരോ ഒക്കെ കൊണ്ടുവന്ന് തന്നാണ്. ഒരാളും കൂടെ ബീഫ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് പിന്നെന്താ വെച്ചാൽ ഞങ്ങൾ 3 ആളേറ്റേ ഉള്ളൂ. പിന്നെ മോന് കഴിക്കൊന്നുമില്ല, മോന് അത്ര ഇഷ്ടമല്ല. പിന്നെ എരിവൊക്കെ കളഞ്ഞിട്ട് പിന്നെ എണ്ണയിലിട്ട് പൊരിച്ചു കൊടുത്താൽ കുറച്ചൊക്കെ കഴിക്കും. ഇത്രേ കഴിക്കുള്ളൂ. അപ്പം ഉണ്ടല്ലോ, എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങൾ? നമുക്ക് സുഖമാണ്. ഒന്നും കൂടിയും പറയാണ്. പിന്നെ ഉണ്ടല്ലോ, നമ്മളെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നിൽക്കരുത് കേട്ടോ. നമ്മൾ അത്രയും കൊല്ലങ്ങളായിട്ടാണ് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ ഇടങ്ങാറാക്കുന്നത്. അപ്പം നിങ്ങളൊരു ബുദ്ധിമുട്ടായിട്ട് കണക്കിലെടുക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോണ് കാണുമ്പോൾ ഒന്നാണ്ട് ചെയ്താണ്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചത് എന്താ ഈ താത്തക്ക് ഇതന്നെ പണിയുന്നത്. അപ്പോൾ പറയാനും ഒരു മടിയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടറിഞ്ഞൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ഇറച്ചി ഒരു 4-5 വിസിൽ വേണ്ടി വരും. ഇനിയിപ്പോൾ അത് മൂപ്പ് അധികമുള്ളതാണോ കുറവുള്ളതാണെന്ന് അറിയില്ല. അപ്പോൾ ഒരു 4 വിസിൽ അടുപ്പിച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് പോരെങ്കിൽ വെന്തിട്ടില്ലെങ്കിൽ നമുക്കൊന്നും കൂടി അടുപ്പിക്കാം, ഒരു 2 വിസിലും കൂടി. അപ്പോൾ മക്കളെ അടിപൊളി ചക്ക കേട്ടോ. ഇത് പഴുത്ത ചക്കയാണ്. നല്ല ഇവർ മോളൊക്കെ പോയി വന്നപ്പോൾ കൊണ്ടുവന്നാണ്. നല്ല വരിക്കച്ചക്ക. എന്തൊരു മധുരം എന്നറിയാം. വെള്ളം ഒട്ടും ഇറങ്ങിയിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ വെറുതെ ഇവിടെ നിന്നപ്പോൾ ഇങ്ങനെ തിന്നാട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല രസമാണ്. വേണ്ടോ നിൽക്കട്ടെ. ഇതൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് കട്ടൻ ചായയും കൂട്ടി ഒറ്റ തിന്നൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അടിപൊളി ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ബീഫൊക്കെ തോനെ കിട്ടിയാലാണെങ്കിൽ ഒരു പണി ചെയ്തോളി. ചില ആൾക്കാരുണ്ട് ഇത് കഴുകാതെ വെക്കണ്. ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. നല്ല പോലെ അത് മുറിക്കൊന്നും വേണ്ട. അപ്പാട് വെള്ളത്തിൽ ഒരു 1/2 മണിക്കൂർ ഇട്ട് അതിൻ്റെ ആ ചോരയും ഇതൊക്കെ കളഞ്ഞിട്ട് ഒരു 2-3 പ്രാവശ്യം കഴുകിയിട്ട് നിങ്ങളൊരു ബോക്സിലിട്ട് വെച്ചോളിട്ടോ. അപ്പോൾ എന്താവും, നമുക്ക് കുറേശ്ശെ എടുത്ത് പിന്നെയും വെള്ളത്തിലിട്ട് കഴുകിയിട്ട് എടുത്താൽ ആ ചൊവയൊന്നും ഉണ്ടാവില്ല. പച്ച ചൊവയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇല്ല, സാധാ നമ്മൾ കൊണ്ടുവന്ന അതേമാതിരി നിൽക്കും. അപ്പം നമ്മൾ ചിക്കനായാലും ബീഫായാലും അങ്ങനെ ചെയ്യുക. ഓക്കെ. അപ്പോൾ അതുപോലെ ചെയ്ത് എല്ലാവരും ഉണ്ടാക്കണം. അല്ലാതെ നമ്മൾ കൊണ്ടുവന്ന് ആ പൊതി കൊടുക്കാൻ അങ്ങോട്ട് വെച്ചാണ്ടല്ലോ അതിൻ്റെ സ്മെല്ലിനൊക്കെ വേറെ ഇതേക്കും മാറ്റം ഉണ്ടാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് അതൊക്കെ ചെയ്യുക. എങ്ങനെ ആയാലും ഒരു 3 പ്രാവശ്യമൊക്കെ വെക്കുന്ന ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ കുറച്ച് മതി കേട്ടോ. അപ്പോൾ നമ്മളെ അതുപോലൊക്കെ ഉള്ളൂ. പിന്നെ തോനെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ 1-2 പ്രാവശ്യമൊക്കെ വെക്കാനേ ഉണ്ടാവുള്ളൂ. ഏതായാലും നിങ്ങൾ അങ്ങനെ ചെയ്തോളി. അപ്പം ഉണ്ടല്ലോ, നമ്മൾ ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിടണം കേട്ടോ. വറവ് ഒന്ന് ഇതാക്കണം. വറവ് ഇട്ടെടുക്കണം. വറവ് ഇടുക വെച്ചാൽ ഒന്ന് വയറ്റണം തീരും. അപ്പോൾ അതാ ഞാൻ ആ ലൈറ്റൊക്കെ ഒന്ന് ഇടാൻ പോയതാക്കണേ.
കുറച്ച് വെളിച്ചെണ്ണ ഒരു 6 വിസിൽ 7 വിസിൽ വന്നപ്പോൾ ഞാനത് ഓഫാക്കിയിട്ടാണ്. ചിലപ്പോൾ അത് പാകത്തിനല്ലെങ്കിൽ നമുക്ക് റെഡിയാക്കാം. അപ്പം ഒരു ഇഞ്ചിൻ്റെ കഷ്ണം ഇട്ടിട്ട് ഇഞ്ചി അങ്ങനെയൊക്കെ കണ്ട് ഉണ്ടാക്കിക്കോളിട്ടോ. പല മോഡലിലും ഉണ്ടാക്കേ. ബീഫ് ഉണ്ടല്ലോ, മറ്റേ നമ്മളൊരു കിലോ ഒക്കെ കൊണ്ടുവന്നപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാണ്ടാവില്ല. ചിലപ്പോൾ 2 നേരത്തിന് 3 നേരത്തിന് ഒരു കറി ആയിരിക്കും കൊടുക്കുക. അപ്പം നമ്മൾ ചുമന്ന ഉള്ളി ഒരു 6 എണ്ണം, കുറച്ച് വലിയ അല്ലി, നമുക്കൊരു മീഡിയം സൈസ് ഒരു എന്താണ് സവോള, ഒന്നിങ്ങോട്ട് വഴറ്റി ഇങ്ങോട്ട് ഇരിക്കുക. അപ്പോൾ അതാ നമ്മളൊരു ഇത് തീയൊക്കെ കത്തിച്ച് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. ഇത് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയാം, കുറച്ച് നേരം ഞാനവിടെ ഓഫാക്കിയിട്ടേന്ന് ബീഫ്. അപ്പോൾ കുറച്ച് വേവുള്ള ഇറച്ചിയാണ് കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞ 4 വിസിൽ അത് പോരേന്. 5-6 അടുപ്പിച്ച് അവിടെ തുറക്കാതെ അവിടെ ഇട്ടപ്പോഴാണ് അത് വന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വേവ് കുറവേനി. അപ്പോൾ 2 എണ്ണം കൂടി അടിച്ചിട്ട് അവിടെ ഇട്ട്. അപ്പോൾ നമ്മളെ സവോള, ഇഞ്ചി, പിന്നെന്താ ചുമന്ന ഉള്ളി ഒക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീയൊന്ന് കുറച്ചിട്ട് കുറച്ചും കൂടെ എന്താ പറയുക, പെരുംജീരകത്തിൻ്റെ പൊടി ഇടുക, പിന്നെ കുരുമുളക് പൊടി ഇടുക. ഇതാ കുരുമുളക് പൊടി ഞാൻ ചതച്ച് വെച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് വൈക്കിട്ട് ഇനി നമുക്ക് ബീഫ് നീക്കാണ്ട് ഒഴിക്കുക. ഇതണ്ട സകലം വെള്ളം ഇതിലുണ്ട് കേട്ടോ. ചീനുവല്ല തീമ വെച്ചോള് കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അല്ലെങ്കിൽ തോനെ ഉണ്ടാവും. എന്താ വെച്ചാൽ ഈ ഇറച്ചിന്ന് ഇറങ്ങുമല്ലോ, അപ്പം അത്ര തന്നെ അല്ല. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ വെപ്പ് വെക്കണീന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ തോനെ മസാല ഇടരുത്. കറി വെക്കുമ്പോഴാണ് കുറച്ചധികം ഇടേണ്ടത്. നമ്മളിങ്ങനെ വരട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഉണക്കിയെടുക്കാനൊക്കെ തോനെ മസാല ഇടരുത്. പൊടികളാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട് വരട്ടെ നല്ല പോലെ. ഒക്കെ നല്ല ചൂടായി തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അധികം ഉണങ്ങണ്ട കേട്ടോ. നമുക്ക് 4 പച്ചമുളക് നടു ഒന്ന് കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് എന്താ ഇടേണ്ടി വെച്ചാൽ കുറച്ച് കറിവേപ്പില, എൻ്റെ ഒരു മണം പേരുണ്ട് കേട്ടോ. ഉലുവലിയും ആ മസാലയൊക്കെ അടിപൊളി വരട്ടാണത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കും നിങ്ങൾ. അങ്ങനെ ഉണ്ടാക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയാണ് നിങ്ങൾ. കാണാൻ തന്നെ നല്ല ഭംഗിയില്ല. അപ്പോൾ അതുപോലെ ടേസ്റ്റും ഉണ്ട്. ടേസ്റ്റ് ഉണ്ട് പറയാൻ ഞാനത് ഉപ്പുണ്ടോ നോക്കിയിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. പാകത്തിന് ഉപ്പ്, എരിവ്, കുരുമുളക് പൊടി നല്ലതാട്ടോ കുറച്ച് ഇടുന്നത്. പൊടിച്ച ഒത്തിരി കൂടി ഈ ചതക്കണ വരലുണ്ടെങ്കിൽ അതും കൂടി വയ്ക്കണം. നല്ല ടേസ്റ്റാണ്. കുരുമുളക് പൊടി ടേസ്റ്റ് വെക്കണം. അപ്പം ഇത്ര മതി നമുക്ക്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലിട്ടോ മക്കളെ.
അങ്ങനെ മടിച്ച് എന്തിനാ പോൾക്ക് കൊടുക്കണത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ എല്ലാവരും ഒരുപോലെ കണ്ട് എല്ലാവർക്കും സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ചെയ്യാം. എനിക്ക് മാത്രമല്ല, ഞാൻ എല്ലാവരുടെ കാര്യവും പറയുന്നത്, നമ്മളെ കാര്യം മാത്രമല്ല. അപ്പോൾ തീ ഓഫാക്കുക. അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്തിട്ട് നമ്മളെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അതാ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവരോടും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.